നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണെന്ന് അറിയാം. അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് ഇസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് ഓക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് 5 ഡിവൈഡ് ബൈ 2, 4x ഇസിക്കൽ ടു 1 2 3 4. അടുത്ത എഫ് ഓക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 5 ഡിവൈഡ് ബൈ 25, 4x ഇസിക്കൽ ടു 0 1 2 3 4. ഓക്കെ, അപ്പോൾ ഗീവൺ എഫ് ഓക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് 5 ഡിവൈഡ് ബൈ 2, 4x ഈക്വൽ ടു 1 2 3 4 ആണ്. അപ്പോൾ നോക്കാം, നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് ഓക്സിൻ്റെ വാല്യൂ എന്താവും? -3/2 ആവും. പക്ഷേ ഇതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ല എന്ന് അതുകൊണ്ട് കിട്ടും. കാരണം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എപ്പോഴും നോൺ നെഗറ്റീവ് ആണത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 കിട്ടിയത് -3/2. അതുകൊണ്ട് ഇത് എന്തായാലും ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ല. ഇനി since f is greater than or equal to 0 for all x is PMF, അതിൻ്റെ റീസണാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് എഫ് ഓക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 6 ഡിവൈഡ് ബൈ 25 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എക്സിന് 0 1 2 3 4 എല്ലാം കൊടുക്കുമ്പോഴും നമുക്കെപ്പോഴും പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ രണ്ടാമതൊരു പ്രോപ്പർട്ടിയും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. എഫിൻ്റെ സം ഓഫ് ദി വാല്യൂസ് അറ്റ് ദീസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടണം. പക്ഷേ അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയിട്ട് സം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 അല്ല കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തല്ല പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ല. അടുത്തത്, ഗിവൺ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആസ്. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഉണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. എക്സിന് 0 1 2 3 4 കൊടുക്കുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ 0.2 KA 2K K/2 0.1. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഈ PMFൻ്റെ വാല്യൂസ് എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് 0.2 പ്ലസ് K പ്ലസ് 2K പ്ലസ് K/2 പ്ലസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 0.3 പ്ലസ് 3K പ്ലസ് K/2 ഈക്വൽ ടു 1 എല്ലാം 7K ഈക്വൽ ടു 1.4 എന്ന് കിട്ടും. K ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. അടുത്തത് പി ഓഫ് 0.5 ലെസ് ആൻഡ് ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2.5. ക്യാപിറ്റൽ എക്സ് ആട്ടോ അവിടെ വരേണ്ടത്. എക്സിൻ്റെ വാല്യൂ 0.5നും 2.5നും ഇടയിലായിരിക്കുമ്പോൾ ഉള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 1ഉം 2 അല്ലേ? അപ്പം പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 K പ്ലസ് 2K ഈക്വൽ ടു 3K ഈക്വൽ ടു 3 × 0.2 ഈക്വൽ ടു 0.6 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. For a random variable x, the function f of x is equal to p of x less than or equal to x for -infinity less than x less than infinity is known as the cumulative distribution function or simply distribution function of that random variable. അപ്പോൾ x എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ്. The function capital F of x is equal to p of capital X less than or equal to small x for -infinity less than small x less than plus infinity. അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ എക്സിൻ്റെ സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ വരെയുള്ള ഓരോ പോയിന്റിലെയും പ്രോബബിലിറ്റി ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. Okay, if capital F of x denotes the probability that random variable x takes a value less than or equal to small x. അപ്പോൾ ആ സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ആണല്ലോ, അതും അതിൻ്റെ താഴെയുള്ളത് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ, കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് ഓഫ് ആൻ അൺബേസ്ഡ് കോയിൻ. ലെറ്റ് x equal to 1 when head appears and x equal to 0 when tail appears. Since the coin is unbiased, p of x equal to 0. ഓക്കെ, നമുക്ക് ഒരു അൺബേസ്ഡ് കോയിൻ ചൂസ് ചെയ്യുന്നു. x equal to 0 ഹെഡ് വരുവാന്ന് x equal to 1ഉം പിന്നെ ടെയിൽ വരുവാന്ന് x equal to 0 നമ്മൾ സെറ്റ് ചെയ്യുന്നു. സിൻസ് ദ കോയിൻ ഈസ് അൺബേസ്ഡ് ആയതുകൊണ്ട് p of x equal to 0 ആയാലും p of x equal to 1 ആയാലും നമുക്ക് 1/2 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. Then the probability mass function of capital X is f of x is equal to നമുക്ക് എന്ത് കിട്ടും? f of x is equal to 1/2 when x equal to 0, 1 and 0 otherwise.
പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2. എക്സ് 0 1 ആകുമ്പോൾ 1/2 അല്ലെങ്കിൽ 0 എന്ന രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കൊടുക്കാം. സിൻസ് അതായത് വാല്യൂ ഓരോന്നിലും ഓരോ വാല്യൂസ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഈ ഫംഗ്ഷനകത്ത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സിൻസ് റാൻഡം വേരിയബിൾ ക്യാൻ അസ്യൂം ഓൺലി 2 values 0 and 1 with p of x equal to 0 equal to 1/2 and p of x equal to 1 is equal to 1/2. രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രോബബിലിറ്റിയും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് താഴെ കാണുന്നതാണ്, 0യും 1/2. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. കാരണം എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്യുന്ന ഒന്നുമില്ലല്ലോ. ഓർ വി ക്യാൻ റൈറ്റ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു സ്മോൾ എക്സ് ഇക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0 എന്ന് ഇതിനെ ജനറലൈസ് ചെയ്തെഴുതാം. അറ്റ് ദി വാല്യൂ 0 ക്യാപിറ്റൽ എക്സ് ഹാസ് എ പ്രോബബിലിറ്റി എന്താണ്? 1/2. 0 ഇതിൽ താഴെ വാല്യൂസ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നുണ്ട്. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0 കണ്ടുപിടിക്കാൻ നമുക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, 0 പ്ലസ് 1/2 ഈക്വൽ ടു 1/2. ദ നെക്സ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്സ് ഈസ് 1. അടുത്ത 1 ആണ്. പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു 1/2 വെൻ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അറ്റ് ദ വാല്യൂ 1, 0ക്കും 1നും ഇടയിൽ 1 എത്തത്തില്ല. അറ്റ് ദ വാല്യൂ 1 ദ പ്രോബബിലിറ്റി ഈസ് 1/2. 1ലെ പ്രോബബിലിറ്റി 1/2 ആണ്. ഹെൻസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. 1/2 പ്ലസ് 1/2 നമ്മൾ ചെയ്യുമ്പോൾ 1 കിട്ടും. ദസ് there are no other values for x. ഇത് ഇത്രയും വാല്യൂസ് അല്ലേ ഉള്ളൂ നമുക്ക്. 0യും 1ഉം 2 മാത്രമേ ഉള്ളൂ. 0യും 1ഉം മാത്രമേ നമ്മൾ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് therefore പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ എക്സ് ഈക്വൽ ടു 1 ഫോർ എനി റിയൽ വാല്യൂ എക്സ് ഗ്രേറ്റർ. അപ്പോൾ ഇനി എക്സിൻ്റെ സ്ഥാനത്ത് ഏതൊരു 2 ആയാലും 3 ആയാലും ഏത് കൊടുത്താലും നമുക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അതുവരെയുള്ള എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. ഹെൻസ് ദി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്, ഇതിൽ നിന്ന് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0, പിന്നെ 1/2 വെൻ എക്സ് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, പിന്നെ 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഗ്രാഫ് കണ്ടോ? 0യുടെ അവിടെ 1/2 കൊടുക്കുന്നു, 0യുടെ അവിടെ 0 കൊടുക്കുന്നു. 0യുടെ ലെഫ്റ്റിലോട്ടാണ് അവിടെ ഒരു ഡാർക്കായിട്ട് വരച്ചിരിക്കുന്നത് കണ്ടോ, എക്സ് ആക്സിസ്. അപ്പോൾ 0യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് 0 തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി 0 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഡാർക്ക് വരെ വരാൻ പാടില്ല. 0 എന്ന് പറയുന്ന പോയിന്റിന് നേരെ തൊട്ട് മേലെ 1/2 ആണ് അതിൻ്റെ വാല്യൂ. അവിടുന്ന് അങ്ങോട്ട് വരയ്ക്കുക, വരച്ചിട്ട് 1 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴേക്കും അവിടെ അത് വരരുത്, അവിടെ ഒരു വൈറ്റ് സർക്കിളാണ് ശരിക്കും കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ 1ൻ്റെ മുകളിൽ 1ൻ്റെ മുകളിലായിട്ട് 1ൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് വരയ്ക്കുക. ഇതാണ് ഗ്രാഫ്. ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് ദി റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് വിത്ത് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ഒരെണ്ണം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂസ് കൊടുത്തിരിക്കുന്നു, എഫ് എക്സിൻ്റെ വാല്യൂസ് കൊടുത്തിരിക്കുന്നു. ഫോർ ദ റാൻഡം വേരിയബിൾ എക്സ് ദ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? 0യും 1ഉം 4ഉം ആണ്. ഫ്രം ദ ഗിവൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ് എത്ര? എക്സിൻ്റെ വാല്യൂ 0യിൽ താഴെയാണ്, അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ലല്ലോ, അപ്പോൾ 0. അടുത്ത പി ഓഫ് എക്സ് ലെസ് ദാൻ 0 ഈക്വൽ അടുത്ത പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 0ൻ്റെത് 1/5 അതാണ്, അത് കിട്ടും. ഇനി അടുത്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു എന്ത് കിട്ടും? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇങ്ങനെയായിരുന്നു അത് വരേണ്ടത്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇനി സ്മോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരിക. ആ സമയത്താണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴുള്ളതിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ളതിൻ്റെ പ്രോബബിലിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2/5 കിട്ടും. അടുത്തത് ഓക്കെ, അത് എഴുതിയിരിക്കുന്നു പി ഓഫ് എക്സ് ലെസ്. ഇനി അടുത്ത പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു 2/5 1നും 4നും ഇടയിലായിരിക്കുമ്പോൾ 2/5 പ്ലസ് 2/5 നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്തൊരു പ്രത്യേകത 4 എത്തത്തില്ല, അപ്പോൾ 2/5ൻ്റെ മാത്രമേ
വരുള്ളൂ, 1ൻ്റെത് മാത്രമേ വരുള്ളൂ. അപ്പോൾ t/5 മാത്രമേ വരൂ. ഇനി പി ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഇക്വൽ ടു 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 4 വരുമ്പോൾ അതുവരെ ഉള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്യണം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ സ്മോൾ എക്സ്, എക്സിൻ്റെ വാല്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 4. അപ്പോൾ എല്ലാ വാല്യൂസിൻ്റെ കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇനി ഇത് എഴുതാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത് പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഇക്വൽ ടു എക്സ് എന്നാണ്. 0 വെൻ എക്സ് ലെസ് ദാൻ 0 ആണ്. 1/5 വെൻ 0 ലെസ് ദാൻ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അടുത്ത 2/5. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണ്ടേ. 1 ലെസ് ദാൻ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ 4. അടുത്ത 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 4. ഓക്കെ. അടുത്തത് എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഹാസ് ദി ഫോളോയിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, കണ്ടല്ലോ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഫൈൻഡ് കെ, അതാണ് ഒന്നാമത്തത്. ഫൈൻഡ് 0 ലെസ് ദാൻ ഇക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ 7/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2. ആദ്യം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഓർമ്മയുണ്ടാവുമല്ലോ. അതിൻ്റെ എല്ലാം കൂടെ സമ്മ് നമുക്ക് 1 കിട്ടണം. അത് ഈക്വൽ ടു 1 എന്ന് എഴുതി അടുത്തത് അത് കൊടുക്കുന്നു. കെയിൻ്റെ വാല്യൂ 1/10 -1. നെഗറ്റീവ് വാല്യൂസ് ഓഫ് കെ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ കെ എന്ന് പറയുന്ന വാല്യൂ പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കെ നെഗറ്റീവ് ആവരുത്. കെയുടെ വാല്യൂ എന്താണ്, 1/10. അടുത്ത പി ഓഫ് 0 എക്സ് ലെസ് ദാൻ 7/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. അപ്പോൾ ഇവിടെ പി ഓഫ് 0 ലെസ് ദാൻ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ 7/2 ഇൻ്റർസെക്ഷൻ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2. പി ഓഫ് എന്ന് എഴുതി ഇത് ഒരുമിച്ച് എഴുതിയാൽ ഇതിപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് മൊത്തത്തിൽ വേണമായിരുന്നു കേട്ടോ. രണ്ടും ഒരു ബ്രാക്കറ്റിനുള്ളിലാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള പ്രോബബിലിറ്റി ആണല്ലോ. ഈ ഇൻ്റർസെക്ഷൻ ബി ആണല്ലോ എഴുതേണ്ടത്. ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2 ഈക്വൽ പി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എന്താ, പി ഓഫ് 0 ലെസ് ദാൻ ഇക്വൽ എക്സ് ലെസ് ദാൻ 7/2. 7/2 എന്ന് പറഞ്ഞാൽ 3.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3.5 ഇടയിലായിരിക്കണം, 0-നും 3.5. അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എപ്പോഴാണ്, പി ഓഫ് 2-നും 7/2 ഇടയിൽ. 2 ലെസ് ദാൻ ഇക്വൽ എക്സ് ലെസ് ദാൻ 7/2 ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഡിവൈഡ് ബൈ നമുക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എന്നുള്ളതിന് 1 - പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ഈക്വൽ ടു പി ഓഫ് മേളിലുള്ള പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാൻ. ഡിവൈഡ് ബൈ 1 - പി ഓഫ് എക്സ് ഈക്വൽ ടു 0,1. എക്സിൻ്റെ ലെസ് ദാൻ 2 ആവുന്ന വാല്യൂസ് 0 ഉം 1 ആണല്ലോ. ഈക്വൽ ടു നമുക്ക് 2/10 പ്ലസ് 2/10 ഡിവൈഡ് ബൈ 1 - 1/10. ആൻസർ 4/9 എന്ന് കിട്ടും. ഓക്കെ.